നമസ്കാരം. നമ്മൾ മധ്യകാല ഇന്ത്യ പറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസം മധ്യകാല ഇന്ത്യയിൽ നിന്ന് ഒരു ചോദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു പോകുമായിരുന്നല്ലോ. അപ്പോൾ അത് പലർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു പരിപാടിയാണത്. അത് തുടർന്നാൽ കൊള്ളാം എന്ന് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മധ്യകാല ഇന്ത്യയിൽ നിന്ന് ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. അപ്പോൾ ഇന്ന് പറയുന്നത് ഇൽത്തുമിഷിനെ കുറിച്ചാണ്. ഇൽത്തുമിഷുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു 4 ഫാക്റ്റ് പറയാം. അതിൽ ഒരെണ്ണം തെറ്റാണ്. അപ്പോൾ ചുവടെ കൊടുക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന ചോദ്യം, അതാണ് സംഭവം. അപ്പോൾ ഖലീഫയുടെ അംഗീകാരം കിട്ടിയ ഡൽഹിയിലെ ആദ്യ സുൽത്താനാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് തങ്ക, ജിറ്റാൾ എന്നീ പേരുകളിൽ ഇന്ത്യയിൽ നാണയങ്ങൾ പുറത്തിറക്കിയത്. ഇൽത്തുമിഷാണ് നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരി. അറബി ലിപികൾ മുദ്രണം ചെയ്ത നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയത് ഇൽത്തുമിഷാണ്. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ തെറ്റായത് ഏത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിലേതാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് ഖലീഫയുടെ അംഗീകാരം കിട്ടിയ ഇന്ത്യയിലെ ആദ്യ സുൽത്താനാണ് ഇൽത്തുമിഷ്. അത് ശരിയാണ്. അടുത്ത് പറഞ്ഞത് ഇൽത്തുമിഷാണ് തങ്ക, ജിറ്റാൾ എന്നീ പേരിൽ നാണയങ്ങൾ ഇറക്കിയത്. തങ്ക എന്ന് പറയുന്നത് അദ്ദേഹം ഇറക്കിയ വെള്ളി നാണയവും ജിറ്റാൾ എന്നത് അദ്ദേഹം ഇറക്കിയ ചെമ്പ് നാണയവുമാണ്. അപ്പോൾ അതും ശരിയാണ്. അടുത്ത് പറഞ്ഞത് നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയ മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരി എന്നാണ്. അപ്പോൾ അത് ഇൽത്തുമിഷ് അല്ല, അത് ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം നടപ്പിലാക്കിയ മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരി ബാൽബനാണ്. അടുത്ത ഇൽത്തുമിഷിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളിൽ ശുദ്ധമായ അറബി ലിപിയാണ് മുദ്രണം ചെയ്തിരുന്നത്. ശുദ്ധമായ അറബി ലിപി മുദ്രണം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയത് ഇൽത്തുമിഷാണ്. അപ്പോൾ ഇൽത്തുമിഷിനെ കുറിച്ച് പറഞ്ഞ ഒരു ഫാക്റ്റ് തെറ്റാണ്. അതെന്താണ്? അത് നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരി ഇൽത്തുമിഷാണ് എന്നതാണ് തെറ്റ്. അത് ബാൽബനാണ്. അപ്പോൾ ബാൽബനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അടുത്ത ദിവസം ഞാൻ തരാം. ഇന്ന് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിർത്താം. ഓക്കെ.